ഓം ശ്രീ വിഷ്ണുമായ നമഃ. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ശത്രുദോഷത്തിൽ നിന്നും രക്ഷ നേടുവാനുള്ള സ്വാമിയുടെ മന്ത്രമാണ്. ഈ മന്ത്രം നിത്യം ജപം ചെയ്യുന്നവർക്ക് സകല ദോഷങ്ങളും മാറി ശത്രുക്കളെ ജയിക്കുവാനാകുന്നു. ഈ മന്ത്രം ജപിക്കുന്നവരുടെ ശത്രുക്കൾ താനേ ക്ഷയിച്ചു പോകുന്നു. ചാത്തൻ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മന്ത്രത്തിൻ്റെ കൂടെ മറ്റ് മന്ത്രങ്ങൾ ജപിക്കാതിരിക്കുക. മറ്റ് മന്ത്രങ്ങൾ ജപിക്കണം എന്നുള്ളവർക്ക് സ്വാമിയുടെ മന്ത്രം ജപിച്ചതിന് ശേഷം കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ജപിക്കാവുന്നതാണ്. സ്വാമിയുടെ ഉപാസകരുടെ സകല ദുഃഖങ്ങളും മാറിപ്പോകുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. പല അനുഭവങ്ങളും അത്ഭുതകരമായി ചിലപ്പോൾ കാണിച്ചെന്നു വരും. ജീവിതത്തിൽ പല വിധത്തിലും തോറ്റുപോയവരാണ് സ്വാമിയെ കൂടുതലായും ആരാധിച്ചു വരുന്നത്. എന്നാൽ പിന്നീട് അവർക്ക് ഒരു രീതിയിലുള്ള ദുഃഖങ്ങളും അവരെ അലട്ടുകയില്ല. സ്വാമിയുടെ ഉപാസനയിൽ കൂടി സർവകാര്യലാഭവും വിജയവും ഉറപ്പാണെന്ന് പറയേണ്ടി വരും. കൃത്യമായ രീതിയിലുള്ള ഉപാസന ആണെങ്കിൽ വിജയം ഉറപ്പിക്കാവുന്നതാണ്. ഒരു ദിവസം കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും സ്വാമിയുടെ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ച് നിത്യം ജപം ചെയ്യുകയാണെങ്കിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാകും. സ്വാമിയെ ഒരിക്കലും ഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. കലിയുഗത്തിൽ വിഷ്ണുമായ സ്വാമിയുടെ ശക്തി വളരെ പ്രാധാന്യമേറിയതാണ്. ആരാധിച്ചവർക്ക് പിന്നീട് ദുഃഖങ്ങൾ എന്തെന്ന് അറിയേണ്ടി വരികയില്ല എന്നുള്ളതാണ്. ഇതൊരു പരമമായ സത്യമാണ്. സ്വാമിയുടെ എല്ലാ ഉപാസകർക്കും സർവ ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രം ഞാനിവിടെ പറയുന്നു. മന്ത്രം ഇതാണ്: ഓം ഹ്രീം വിഷ്ണുമായാസുധം പാഹി പാഹി സ്വാഹ. ഓം ഹ്രീം വിഷ്ണുമായാസുധം പാഹി പാഹി സ്വാഹ. ഓം ഹ്രീം വിഷ്ണുമായാസുധം പാഹി പാഹി സ്വാഹ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതാണ്. ഓം ശ്രീ വിഷ്ണുമായേ നമഃ.